ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, 2 കൊറിന്തോസ് 13:5 ഒരു പരീക്ഷ നമ്മളെല്ലാവരും എഴുതണം. ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, എഴുത്തറിയാമെങ്കിലും വായന അറിയാമെങ്കിലും ഇല്ലെങ്കിലും ഒരു പരീക്ഷ നമ്മളെല്ലാവരും എഴുതണമെന്നാണ് പൗലോസ് പറയുന്നത്. 2 കൊറിന്തോസ് 13:5 നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങൾ നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമില്ലേ? ഇല്ലേ? ഇല്ലെങ്കിൽ പരീക്ഷകളിൽ വട്ടപൂജ്യമാണ് നമുക്ക്. എന്ത് മനോഹരമായൊരു വചനമാണ്. നമുക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളതല്ല ചോദ്യം, ഏതെങ്കിലും കാലത്ത് വിശ്വാസമുണ്ടോ എന്നുള്ളതല്ല. നീ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ? അഥവാ വിശ്വാസം നിന്നെ നിലനിർത്തുന്നുണ്ടോ? ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ വിശ്വാസം നിനക്ക് കെൽപ്പ് തരുന്നുണ്ടോ? നിനക്ക് ഏതെങ്കിലും ഒരു വിശ്വാസം ഉണ്ടായിരിക്കാം, ദൈവമുണ്ടെന്നും അവിടുന്ന് യേശു കർത്താവ് ഉയർത്തുമെന്നും ഒക്കെ ഞാനും നിങ്ങളും വിശ്വസിച്ചേക്കാം. പക്ഷെ ഈ വിശ്വാസം സങ്കടങ്ങളിൽ വീണു പോകാതെ നിന്നെ പിടിച്ചു നിർത്തുന്നുണ്ടോ? നീ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? യേശു കർത്താവ് പാവപ്പെട്ട എന്നിലുണ്ടെന്നും അവിടുന്ന് എന്നെ താങ്ങുമെന്നും മറിച്ചിടാൻ പറ്റാത്തൊരു വിശ്വാസം വേണം. അങ്ങനൊരു വിശ്വാസമില്ലെങ്കിൽ പരീക്ഷയിൽ എമ്പണ്ടേ വട്ടപൂജ്യമായി. ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വട്ടം കറങ്ങുന്നവരാണോ നമ്മൾ? നട്ടം തിരിയുന്നവരാണോ? ഞെട്ടിത്തകരുന്നവരാണോ? പൊട്ടിക്കരയുന്നവരാണോ നമ്മൾ? ഈ പരീക്ഷയും ചോദ്യവും നമ്മുടെ മുമ്പിൽ വന്ന് നിൽപ്പുണ്ട്. ഇതിൻ്റെ ഉത്തരമാണ് നമ്മുടെ ജീവിതം. ആമേൻ. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ജീവിതത്തെ ഒന്നുകൂടെ കാണാനും അപഗ്രഥിക്കാനും പഠിക്കാനും ഒന്ന് തിരഞ്ഞെടുക്കാൻ, നന്മയും സന്തോഷവും തിരഞ്ഞെടുത്ത് ജയിക്കാനുള്ള അവസരമാണ് സീനിയർ സിറ്റിസൺ ധ്യാനം. ചങ്ങനാശ്ശേരി അതിരൂപത ഒരുക്കുന്ന ഈ മനോഹരമായ ശുശ്രൂഷ ഇനി മെയ് 3, 4, 5, 6 തീയതികളിലാണ്. വളരെ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ ബുക്ക് ചെയ്ത് കൂടെ ആയിരിക്കുക. ആമേൻ. ആമേൻ ആമേൻ.